ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു ചുരക്കായ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിന് മാത്രമല്ല, നിങ്ങൾ ദോശ ഇഡ്ഡലിക്കും ഇത് യൂസ് ചെയ്യാം. അത്രയ്ക്ക് നല്ല സ്വാദായിട്ടുള്ളതാണ്. നമുക്കിതിന് മുമ്പിൽ നിറയെ ചുരക്കായ് ഡിഷസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ കാണുക. ഇത് വളരെ എളുപ്പമാണ്. അതായത് കുക്കറിൽ വെച്ച് തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് ഒന്ന് മിക്സിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്മാഷർ വെച്ച് സ്മാഷ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ചുരക്കായുടെ ഗുണങ്ങളും അറിയാം നിങ്ങൾക്ക്. നമ്മുടെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ കൂടുതൽ ഇത് യൂസ് ചെയ്യണത് നല്ലതാണ്. കൂടുതൽ വെള്ളാംശമുള്ള ഒരു വെജിറ്റബിൾസും ആണ്. നമുക്ക് ഈസി ആയിട്ട് അവൈലബിളും ആണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒരുപാട് ഡിഷസ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. കാണാത്തവർ കാണുക. ഇന്ന് നമുക്ക് ഈ ചുരക്കായ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചുരക്കായ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് എടുക്കുന്നില്ല, ഹാഫാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇത് എത്ര കപ്പ് എനിക്ക് ഇരിക്കുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പം എൻ്റെ ചുരക്കായ് മൊത്തം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാഫാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം കപ്പ് 250 ml എൻ്റെ കപ്പ് വെച്ച് നോക്കിയപ്പോൾ 3 കപ്സ് ഉണ്ടായിരുന്നു. അതായത് 750 ml ഇരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് ആണെങ്കിൽ 400 grams വരും. അതായത് എൻ്റെ ഫുൾ ചുരക്കായാണെങ്കിൽ 800 grams ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 400 grams ചുരക്കായ് 3 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അളവ് കൂടുകയോ അല്പം കുറയുകയോ ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിപ്പം അത് ഞാൻ ഒരു ചെറിയ കുക്കറിലാണ് ഇട്ടിട്ടുള്ളത്. എളുപ്പത്തിലാകും നിങ്ങൾ കുക്കറിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ. ഞാൻ ഇതിലേക്ക് ഒരു 6 ഗാർലിക് ഇടുന്നുണ്ട്, വെളുത്തുള്ളി 6 അല്ലി ഇടാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഓണിയൻ ചോപ്പ് ചെയ്ത് ഇടുന്നുണ്ട്. ഒരു ടൊമാറ്റോ, ഒരു ലാർജ് അല്ലെങ്കിൽ മീഡിയം യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് പുളി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടൊമാറ്റോ അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. പുളിയുടെ അളവ് നമുക്ക് അല്പം കൂട്ടാം. ഞാനിപ്പോൾ ഒരു ലാർജ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. മസാലകളിടാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടണമുണ്ട്. ഞാൻ ജീരകമായിട്ട് തന്നെ ഇടണം. നിങ്ങൾ പൊടി ഇട്ടാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടാം. നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി പൗഡറാണ്. 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഇടാം. ഇതിലേക്ക് 1 നെല്ലിക്ക വലിപ്പമുള്ള പുളി ഞാൻ ഇപ്പോൾ അല്പം വെള്ളത്തിൽ പിഴിഞ്ഞാണ് ഒഴിക്കുന്നത്. 1 നെല്ലിക്ക വലിപ്പം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇടാം. ഇതെല്ലാം ഇട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് വിടാം. ഞാൻ ഇപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടുകയാണ്. കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. ഉലുവാപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ ഇടണ്ട. ഒരു നുള്ളിട്ടാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇതിലിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് താഴെ പിടിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ശകല വെള്ളം തളിച്ച് വിട്ടാൽ മതിയാകും. നമുക്ക് ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. അതുകൊണ്ട് നമുക്കിത് പിന്നീട് സ്മാഷ് ചെയ്യാൻ കഷ്ടമായിരിക്കും. ഒരുപാടാണ്. കുറച്ച് ഒരു 1/4 കപ്പില്ല, 1/4 കപ്പിനേക്കാളും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വെച്ചെടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഒരു 3-4 വിസിൽ വയ്ക്കാം. ഇപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു 3 വിസിൽ വന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചുരക്കായ് കുക്കായി ഇത് തണുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിന് നിങ്ങൾ സ്മാഷർ ഉണ്ടെങ്കിൽ സ്മാഷ് ചെയ്യുക. ഇതുപോലത്തെ വെച്ച് പ്രസ് ചെയ്ത് സ്മാഷ് ചെയ്യാം. പക്ഷേ എനിക്ക് അങ്ങനെ സ്മാഷ് ചെയ്യുമ്പോൾ നല്ലപോലെ സ്മാഷ് ആകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മിക്സിയിലിട്ട് നല്ല ആയിട്ട് അരിക്കേണ്ട, ലൈറ്റായിട്ടൊന്ന് സ്മാഷ് ചെയ്യണത് പോലെ നമുക്കൊന്ന് ഒറ്റ ചുറ്റി ഒന്ന് അടിച്ചെടുക്കാം. നല്ല സ്മാഷ് ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾ ലൈറ്റായിട്ടൊന്ന്, അതായത് നമുക്ക് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കണത് പോലത്തെ ഒരു രീതിയിൽ ലൈറ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1-2 ചുറ്റ് മതിയാകും. ലൈറ്റായിട്ട് കണ്ട നിങ്ങൾ കാണുന്നുണ്ടത് തിരുതിരാന്നേ ഉള്ളൂ, നല്ല സ്മാഷ് ആയില്ല. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പോലെ. ആവശ്യത്തിന് ഒഴിക്കുക. നിങ്ങൾ ഏത് ഓയിലായാലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് കടുകിടാം. കുറച്ച് ഉഴുന്നും പരിപ്പിടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉഴുന്ന്, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക് ഇടുന്നുണ്ട്. എല്ലാം ഒന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് ഒരു ചെറിയ സൈസ് സവാള ഇടുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഇരിക്കണമെങ്കിൽ ഒരു 50 ഗ്രാം പോലെ ചെറിയ ഉള്ളി ഇടുക. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ആഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ. വലുതായിട്ട് അങ്ങ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് ഫ്രൈ ആയിട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കണം നമ്മുടെ ചുരക്കായ് മിക്സ് കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം.
ചുരക്കയിൽ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഓണിയന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പിടാം. നോക്കിയിട്ട് പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി ആയ കറിയാണ്. അതുപോലെ സ്വാദാണെങ്കിൽ പറയണ്ട, അത്രയ്ക്ക് സ്വാദാണ്. നിങ്ങൾ വൺ ടൈം ഇത് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചുരക്ക കറിയൊക്കെ കൂടുതലും ഡ്രൈ ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതാണെങ്കിൽ നല്ല ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. ലൂസാകാൻ പരിപ്പ് അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വളരെ സ്വാദുമാണിത്. അത്രയ്ക്ക് സ്വാദോടുകൂടെ നിങ്ങൾ കഴിച്ചു കാണത്തില്ല ചുരക്ക കറി. അത്രയ്ക്ക് സ്വാദാണ്. പിന്നെ നമുക്ക് ചോറിന് മാത്രമല്ല, ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കുമെല്ലാം നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിക്ക് വലുതായിട്ട് ചേരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ദോശ, ഇഡ്ഡലി, ചോറ് അതിനൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. പെട്ടെന്ന് കുട്ടികൾക്കും വലിയവർക്കും മാത്രമല്ല കുട്ടികൾക്കും നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നത് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുപോലെ മസാലയിൽ ചില്ലി പൗഡർ ഞാനിപ്പോൾ 1 ടീസ്പൂൺ നോർമൽ ഓർഡിനറി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ആഡ് ചെയ്യാം. എൻ്റെ നോർമൽ ചില്ലിക്ക് തന്നെ കുറച്ച് കളർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യത്തെ ചില്ലിക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാത്തത്. ഇതിന് മുമ്പിലൊക്കെ ഉള്ളതിൽ കളർ അല്പം കുറവായിരുന്നുകൊണ്ടാണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി, വലുതായിട്ടൊന്നും ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചുരക്കായ മിക്സ് ഒന്ന് ആഡ് ചെയ്യാം. ഞാൻ അരച്ച് ഇതിലൊഴിച്ചാണ് വെച്ചിരുന്നിട്ടുള്ളത്. ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് വെള്ളം വെച്ച് ഒന്ന് വാഷ് ചെയ്ത് ഒഴിക്കാം. പാത്രം കൂടെ വാഷ് ചെയ്ത് ഒഴിക്കാം. ഇനി ഇത്രയും തിക്നെസ് വേണ്ട നമുക്ക്. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചേക്കുക. നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നിങ്ങൾ പുളിയും ഉപ്പും നോക്കുക. എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, ശകലം ഉപ്പ് കൂടെ ഇടുന്നുണ്ട്. പുളി കുറവാണെങ്കിൽ അല്പം പുളി കൂടെ ഒഴിച്ചേക്കുക. ഇനി ഒന്ന് തിളച്ചിട്ട് മാറ്റാം, അത്രേ ഉള്ളൂ. നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചുരക്കായ കറി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള എന്തെങ്കിലും മടി പിടിച്ചിരിക്കുമ്പോൾ ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന് അത്രയ്ക്കും എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ കൂടുതൽ സൈഡ് ഡിഷൊന്നും പോലെ ആവശ്യമില്ല. ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പം നമ്മുടെ ഹോം മെയ്ഡ് പപ്പടമാണ് എടുക്കുന്നത്. ഹോം മെയ്ഡ് പപ്പടം നിങ്ങൾക്ക് കണ്ടു കാണും എല്ലാവരും. നമ്മുടെ റൈസ് പപ്പടമാണ്. റൈസ് കൊണ്ട് എളുപ്പത്തിൽ തന്നെ ഒരു 2 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായ പപ്പടമാണ്. അപ്പോൾ ഇതെപ്പോഴും നിങ്ങൾ ബോക്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതും ഒരു പപ്പടം ഒരു പിക്കിളും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറുണ്ണാൻ പറ്റും. ഇത് റൈസിന് മാത്രമല്ല ചപ്പാത്തിക്ക് വലിയ കോമ്പിനേഷൻ വരും തോന്നണില്ല. പക്ഷേ ദോശ ഇഡ്ഡലിക്കെല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ദോശ, ഇഡ്ഡലി, റൈസ് അതിനൊക്കെ വളരെ നല്ല സ്വാദ് തരുന്ന കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.